അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള എന്താ അറിയോ, ഇന്നിപ്പോ നമ്മൾ ഇതിന്റെ പേര് പഠിച്ചല്ലേ, ഇതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതിന്റെ പേരെത്താ? സൂപ്പർ. അലിഫിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഇട്ടാൽ അതിന്റെ പേരെന്താ? ലമ്മ. ഇൻഷാ അല്ലാ. അപ്പൊ ഇന്ന് നമുക്ക് ഉ ലമ്മ അ ഇ ഉ അലിഫ്. ഇത് ഉസ്താദ് നോട്ട് ബുക്കിൽ ഇതുപോലെ എഴുതി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ, വീട്ടിൽ നിന്ന് നിങ്ങളിത് എന്ത് ചെയ്യണം, കളർ കൊടുക്കണം. നമുക്ക് കഴിയൂലേ? ആർക്കൊക്കെ കഴിയും? എല്ലാവരും കഴിയോ? ഇൻഷാ അല്ലാ. എങ്ങനെ കളർ കൊടുക്കേണ്ടി അറിയോ? ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു നോക്കാം കേട്ടോ. അങ്ങനെ തന്നെ നമുക്കിത് ഇങ്ങനെ പഠിയാൻ വേണ്ടിയിട്ട് കേട്ടോ. നോക്കി, അലിഫ് ഇവിടുന്ന് കേട്ടോ, ഇവിടുന്ന് ലമ്മ ഉ അലിഫ് ലമ്മ ഉ അലിഫ് ലമ്മ ഉ. ഇതേപോലെ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫുള്ള് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ പെൻസിൽ കൊണ്ട് വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് നോക്കി, അലിഫ് ലമ്മ ഉ. ഇനി വേറെ കളർ എടുത്തിട്ടാ, അലിഫ് ലമ്മ ഉ അലിഫ്. കേട്ടോ, ഇവിടുന്ന് കേട്ടോ, കണ്ടോ, ലമ്മ ഉ. ഇതുപോലെയാണ് നിങ്ങൾ ഇനി ഇതൊക്കെ കൊടുക്കേണ്ടത്. ആദ്യം പെൻസിലോണ്ട് ഇങ്ങനെ വരക്കുക. ഓരോ വരയിലും നിങ്ങൾ പറയണം കേട്ടോ, അപ്പോഴേ നമുക്ക് നമ്മളെ മനസ്സിന് തുറക്കുള്ളൂ. അലിഫ് വരക്കുമ്പോൾ അലിഫ്, ലമ്മ ഇടുമ്പോൾ ലമ്മ. ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ അതിന് നോക്കിയിട്ട് ഉ. അമ്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇനി അത് കഴിഞ്ഞാൽ ഇതും കൂടി പുസ്തകം കാണിച്ചു തരാം. അടുത്ത കഴിഞ്ഞ് ലമ്മ കേട്ടോ. ഇന്ന് കുറേ കുട്ടികൾ ലമ്മ ഇങ്ങനെ ഇട്ട് വന്നേക്കണം. ഇതല്ല ലമ്മ. ലമ്മ ഇടുമ്പോൾ നോക്കി നിങ്ങൾ ഇങ്ങനെ കണ്ടോ, ഇതാണ് ലമ്മ. കണ്ടോ, ഇവിടെ ഇങ്ങനെ തട്ടണം കേട്ടോ, അല്ലാതെ ഇങ്ങനല്ല. ഇതല്ല ലമ്മ. കണ്ടില്ല നിങ്ങള്? പുസ്തകം തട്ടിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് വരച്ച് പഠിക്കാം. നോക്കി നിങ്ങള്, ലമ്മ ലമ്മ ലമ്മ. എന്നിട്ട് 3 കളർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ, അതിന് കൂടെ നോക്കി, ലമ്മ ലമ്മ ലമ്മ. അതാ 3 കളറിൽ കൊടുത്തു. ഇതുപോലെ ഇപ്പൊ ഉ ലമ്മ. ഇനി നിങ്ങള് ആ ഇ ഉ അലിഫ് ഇതൊക്കെ ഏതുപോലെ കൊടുക്കണം. ഇപ്പൊ ഈ ചെയ്തതുപോലെ ആദ്യം പെൻസിലിന്റെ ഉൾഭാഗത്തൂടെ വരയ്ക്കുക. പിന്നെ ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് തുടക്കം നമ്മൾ ഇവിടുന്ന് അടിയിക്കാണ് അലിഫ്, ലമ്മ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കാം. ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കളർ കൊടുക്കുക. ഇൻഷാ അല്ലാ മറക്കൂലല്ലോ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ് അറിയാം, ലമ്മ ഇടുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇടരുത്. ഇതാണോ, ഇതുപോലെ ലമ്മിട്ട് പഠിക്കട്ടോ. അമ്മാര് ശ്രദ്ധിക്കുക, ചെറുതാക്കി ലമ്മിട്ട്. ചിലവരിന്ന് അലിഫിനെക്കാട്ടിലും വലിയ ലമ്മിട്ട് വന്നവരുണ്ട്. അപ്പോൾ അലിഫ് ഇട്ടാൽ അതിൻ്റെ മുകളിലേക്ക് പാകത്തെ ലമ്മ ചെറുതാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഒരു പാട്ട് പാടില്ല. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും കൂട്ടിയിട്ട് ഒരു പാട്ട് പാടല്ലേ? ആർക്കൊക്കെ പാടണം കൈ എന്തിച്ചാണ്? എന്നാ ഒരു പാട്ട് പാടും. ഉഷാറായിട്ട് പാടണട്ടോ. അദബുൻ കണ്ടോ ആ കണ്ടോ ആ കണ്ടപ്പോൾ ഫത്ഹ് കണ്ടോ, ഇബറുൻ കണ്ടോ ഈ കണ്ടോ ഈ കണ്ടപ്പോൾ കെസർ കണ്ടോ, ഉമ്മുൻ കണ്ടോ ഓ കണ്ടോ ഓ കണ്ടപ്പോൾ
കണ്ടു. അദബിലും ഇബറിലും ഉമ്മിലും ഞങ്ങൾ അലിഫെന്ന അക്ഷരം കണ്ടല്ലോ. അദബിലും ഇബറിലും ഉമ്മിലും ഞങ്ങൾ അലിഫെന്ന അക്ഷരം കണ്ടല്ലോ. ആ പറയാനും അലിഫ് വേണം, ഈ പറയാനും അലിഫ് വേണം, ഉ പറയാനും അലിഫ് വേണം അല്ലേ? അപ്പോൾ അലിഫിൻ്റെ മേലെ താഴെ ഇങ്ങനെ ഇട്ടെടുക്കുന്നതനുസരിച്ച് മാറും. അലിഫിൻ്റെ മുകളിൽ ഫതഹ് ഇട്ട അ, അലിഫിൻ്റെ താഴെ കെസറിട്ട ഇ, അലിഫിൻ്റെ മേലെ ലമ്മിട്ട ഉ. അപ്പം നിങ്ങളിപ്പോൾ എത്ര കാര്യം പഠിച്ചു അറിയോ? നോക്കി നിങ്ങൾ ഇതൊന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെത്താ അലിഫ്. ഇങ്ങനെ വരച്ചിട്ട് മുകളിലിട്ട ഇതിൻ്റെ പേരെത്താ? ഞാൻ കേൾക്കണില്ല. ഇതിൻ്റെ പേരെത്താ? ഫതഹ്. ഇതിൻ്റെ പേരാ കെസർ. ഇതിൻ്റെ പേരാ? അപ്പോൾ അലിഫ്, ഫതഹ്, കെസർ, ലം. ഇത് നിങ്ങൾ ശരിക്ക് പഠിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് കളർ കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്.